ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാട്ടോ എന്ന് പറഞ്ഞാൽ ചീരയും കൊണ്ടുള്ള ഒരു ചീര എങ്ങനെ വയ്ക്കുന്നതെന്നൊക്കെ കേരള സ്റ്റൈലാട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പച്ചച്ചീര എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചുമന്ന ചീരയോ അല്ലെങ്കിൽ മറ്റേ വേലിച്ചീര, കറിവേപ്പില പോലെ ഇരിക്കുന്ന ഒരു ചീരയില്ല, അതൊന്നും കിട്ടിയില്ല. ഈ ചീര കിട്ടിയത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ചീരത്തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചീര നല്ലപോലെ ഓരോ ഇലയും നോക്കണം. അങ്ങനെ പുഴു ഉണ്ടെങ്കിലും അതൊക്കെ എന്നെ മാറ്റി അതൊന്ന് കഴുകി നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഞാനിവിടെ അതിൻ്റെ ആ ഇളം തണ്ടും എടുത്തിട്ടുണ്ട്, അങ്ങനെ അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അരപ്പിനായിട്ട് വേണ്ടത് ഒരു അരമുറി തേങ്ങ, ഉള്ളി, കുഞ്ഞുള്ളി ഉണ്ട്, കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള, ഒരു 2-3 നെല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അരപ്പിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ആ ചെറിയ ജാറിലേക്ക് ഇട്ട് അത്യാവശ്യം നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഒന്ന് വെള്ളം പോലെ ഒന്നും ആവല്ലേ, പക്ഷേ എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് അരയണം. ഏതാണ്ട് ഒരു ഈ പരുവത്തിന്, ഒരു നമ്മുടെ കപ്പയ്ക്കൊക്കെ അരക്കത്തില്ലേ, അതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് അതോട്ട് റെഡിയാക്കി വെച്ചേക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച്, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് കുറച്ചാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ചിലപ്പോൾ അത് കൂടുതലായി പോകും. പിന്നെ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് പിന്നെ അതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മളെല്ലാം മേളിലാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ആവണം. അങ്ങനെ ഒരു ഇച്ചിരി സമയം എടുത്ത് തന്നെ നല്ലപോലെ എല്ലാ സ്ഥലത്തും എല്ലാ മസാലയും അതെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എത്തുന്ന പോലെ നല്ലപോലെ തന്നെ അതൊന്ന് ഇളക്കി മിക്സാക്കുക. അപ്പോൾ മിക്സാക്കി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് ഒന്ന് വേവണം. ഇത് പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ ഒരു അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ അടച്ചു വെച്ച് ഇതാ ഞാൻ തുറന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇലയൊക്കെ അങ്ങ് ചൊങ്ങി അത്യാവശ്യം ഒന്ന് പകുതി വേവ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാൻ അതിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡിയാണ്. ഞാൻ പൊടിക്കൊരു കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചീരയുടെ ഒരു ചുവ ഒന്ന് ഒത്തിരി കൂടുതൽ മുന്നിട്ട് നിൽക്കാതെ, കാരണം പിള്ളേർ കഴിക്കത്തില്ല അതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരനായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.